സോനയുടെ കാര്യത്തിൽ അത് ആത്മഹത്യക്കുറിപ്പായെങ്കിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വെറും ഒരു കത്ത് മാത്രമായി ഇത് അവശേഷിക്കുകയാണോ? ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അമ്മ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്. കടുങ്കൈ ചെയ്തതിന് ശേഷം മാത്രമാണോ ഇനി പോലീസ് നടപടി ഉണ്ടാകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ഒരു വാർത്ത. കോതമംഗലത്ത് സോന എന്ന 21 വയസ്സുള്ള TTC വിദ്യാർത്ഥിനി റമീസ് എന്ന കാമുകന്റെ ആത്മഹത്യാ പ്രേരണയിൽ മരിച്ചു. ഈ ആത്മഹത്യാ പ്രേരണ ഉണ്ടാകാനുള്ള സാഹചര്യം, പ്രണയത്തിലായിരുന്ന ഇവർ രണ്ട് മതത്തിലുള്ളവരാണ്. മതം മാറാൻ നിർബന്ധിച്ചു, അതോടൊപ്പം തന്നെ ക്രൂരമായി മർദ്ദിച്ചു, ശാരീരികമായ ഉപദ്രവം. ഇതിനെ തുടർന്ന് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മതം മാറാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ലവ് ജിഹാദ് ആണെന്നും ഇത്തരത്തിലുള്ള വലിയ ഭീകരവാദികളെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്നുമൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളും ഒക്കെ തന്നെ കൊട്ടിഘോഷിക്കുന്നത് കണ്ടു. പക്ഷേ ഇതിനൊക്കെ മുമ്പേ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുൻപ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ സമാനമായ രീതിയിലൊരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയിൽ നാളിതുവരെ നടപടിയില്ല. +2 വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പല പല കാര്യങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തി. സമാനമായ കാര്യങ്ങൾ തന്നെ വെളിപ്പെടുത്തി. ആത്മഹത്യക്കുറിപ്പടക്കമുണ്ടായിരുന്നു. സോനയുടെ കാര്യത്തിൽ അത് ആത്മഹത്യക്കുറിപ്പായെങ്കിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വെറും ഒരു കത്ത് മാത്രമായി ഇത് അവശേഷിക്കുകയാണോ? ഞങ്ങൾ അന്വേഷിക്കുന്നു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഈ അമ്മ ദിവസങ്ങളായി കയറി ഇറങ്ങുകയാണ്. ഈ നേരമായിട്ടും അല്ലെങ്കിൽ ഈ നിമിഷങ്ങളിലൊന്നും തന്നെ കടന്നു പോയിട്ട് പോലും ആ പ്രതിയെ കണ്ടെത്താനോ അല്ലെങ്കിൽ പ്രതി ആരാണെന്നുള്ളതിനോ യാതൊരുവിധ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, അല്ലേ? അതെ അതെ. ശരിക്കും എന്താ ഇത്ര ദിവസങ്ങളായി ഞങ്ങളിപ്പം പരാതി കൊടുത്തിട്ട് 30-ാം തീയതി കൊടുത്ത പരാതിയെ കഴിഞ്ഞ മാസം. ഇതുവരെ ഞങ്ങൾക്ക് അതിന്റെ റിപ്ലൈ കിട്ടിയിട്ടില്ല. 2-3 പരാതി ഞാൻ കൊടുത്തു. ഒന്ന് വധഭീഷണിയുടെ പേരിൽ ഒരു പരാതി കൊടുത്തവർക്ക് അവർ അനങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് സാർ അത് ഓർത്തത് പോലും. കാരണം എനിക്ക് എന്നെ മക്കളെയും കൊല്ലുമെന്നും പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സിന് അയച്ച മെസ്സേജുകൾ അങ്ങനെയുള്ളതിന്റെ ഡീറ്റെയിൽസ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കോപ്പി ഉൾപ്പെടെ. അതിനുശേഷം അവൻ ഒളിവിൽ പോയതിനു ശേഷം ഒളിവിൽ ഇരുന്നുകൊണ്ട് അയച്ച മെസ്സേജിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞാൻ കൊടുത്തവർക്ക് എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. അതിന്റെ പേരിൽ വിളിച്ചതുമില്ല, പറഞ്ഞതുമില്ല, ഒന്നുമില്ല. ഞാനും 2 കൊച്ചുങ്ങളും ഒറ്റയ്ക്ക് പേടിച്ചാണ് സത്യത്തിൽ കഴിയുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ എൻ്റെ മോള് എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിച്ചു, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അമ്മ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്, ഞാൻ മരിച്ചാൽ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ആ സോന എന്ന് പറഞ്ഞ ചേച്ചി എഴുതിയത് ഞാൻ എഴുതിയത് ഒന്ന് തന്നെയല്ലേ, അപ്പം ആ ചേച്ചിയുടെ ആത്മഹത്യാക്കുറിപ്പും എൻ്റേത് ഒരു ലെറ്ററും മാത്രം ആയിപ്പോയത് എന്താന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫോണിനകത്ത് അവളുടെ സംഭവം അയച്ചു തന്നു. അവൾ എഴുതിയേക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട്. കാരണം അതിപ്പം സ്റ്റേഷനിൽ കയറി സാറിനെ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും അതിൻ്റെ പുറകിൽ സർക്കാരായാലും എന്തായാലും ചെയ്തു തന്നിട്ട് എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചറിയാൻ അവരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് അറിയേണ്ടത് അവൻ ഒളിവിലിരിക്കുന്ന സ്ഥലവും ഒളിവിലാക്കിയ ആളിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ പോലീസിന് കൈമാറിയർക്ക് അവരെനിക്ക് അതിന്റെ അങ്ങനെയെങ്കിലും ഒരു ഇല്ല. അവര് പറയണത് 2 ആഴ്ച കഴിയട്ടെ എന്നാ. എന്താണ് 2 ആഴ്ച കാലം? ഇൻസ്റ്റാഗ്രാമിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ 2 ആഴ്ച എടുക്കുമെന്ന് അവർ പറയുന്നത്. ഇനിയും 2 ആഴ്ച എടുക്കും. ഏകദേശം 1 മാസം ആവാൻ പോകുന്നു. ഇതുവരെ 2 ആഴ്ച, ഇനി 2 ആഴ്ചയും കൂടെ എന്തായാലും എടുക്കും. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയാലേ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു തൃപ്തിയില്ല. ഈ ഒരു അതായത് മതം മാറുന്നതിന് മാത്രമല്ല അൻവറിന് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം എൻ്റെ മോളെ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിച്ചു. പല തവണ ശ്രമിച്ചത് മാത്രമല്ല, ഒരു ആലപ്പുഴയിലുള്ള ഒരാളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അറിയില്ല, ഒരു ജോബി എന്ന ഒരു പേര് മാത്രം പറയുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത്. അയാളാണ് അവന് ഈ മയക്കുമരുന്നിന്റെ പരിപാടിയെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണത്. ആലപ്പുഴ വീടും അവളുടെ അടുത്ത് ഏകദേശം വീട് എവിടെയാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അയാളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അൻവറിന്റെ കെണിയില് ഒരുപാട് പെൺകുട്ടികൾ വീണിട്ടുണ്ട്. അതിലൊരു ഏകദേശം 2-3 കുട്ടികളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. വിളിച്ച് ഞാൻ അവരുടെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവരെനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് പറഞ്ഞു. 2-3 കുട്ടികളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, തെളിവ് സഹിതം. അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഇവര് ഒരു ഗ്യാങ് ആയിട്ട് രൂപീകരിച്ചുകൊണ്ടാണോ ഈ പെൺകുട്ടികളെ? അതെ, 3-4 ആണുങ്ങൾ അവർ ഉണ്ട്, പയ്യന്മാരുണ്ട്. പിന്നെ അതിന്റെ പുറകില് വേറെ ആൾക്കാരുണ്ട്. പിന്നെ എന്റെ മോളെ ഈ മതം മാറുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടിച്ചത് അവന്റെ ഉമ്മായുടെ ഉമ്മായുമാണ്. ഇവരെല്ലാരും കൂടിയാണ് ഇപ്പൊ ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് ഇത് എനിക്കിപ്പം ഡൗട്ട് വന്നത് വേറൊന്നും അല്ല. ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഓക്കെ, അത് സാധാരണ ഇതേപോലെ കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ ഇന്നലെ ഒരു കൊച്ചു മരിച്ചപ്പോൾ ആ കൊച്ചിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്, അവരമ്മ പറയുന്നുണ്ട് ആ കൊച്ചിനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന്. അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ടാണ് ഇതുപോലെ ഉപദ്രവിച്ചതെന്നൊക്കെ, മതം മാറാൻ വേണ്ടി വണ്ടി വിളിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ആ സംഭവം എന്റെ മോളുടെ ജീവിതത്തിൽ പകുതി നടന്നു.
അതായത് അവൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ മോളെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനും അവൻ്റെ ഉമ്മക്ക് കാണണം, ഉമ്മ പറഞ്ഞു കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം എൻ്റെ മോളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവൾ പോയിട്ടില്ല. പോവാത്തത് കൊണ്ട് വലിയൊരു ട്രാപ്പിൽ നിന്ന് എൻ്റെ മോള് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനായിട്ട്. അല്ലാതെ പോവാൻ്റെ ഒരു തോന്നലുണ്ടായിരുന്നുവെങ്കിൽ അവളൊരിക്കലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് ഈ സോന എന്ന പെൺകുട്ടി പോലും ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഇത്തരം വാർത്തകൾ പോലും വലിയ മാധ്യമങ്ങൾ പോലും ഞങ്ങള് പിന്നെ ചാനലുകാരെ എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ഞങ്ങൾക്ക് അവരും പോലീസും ഞങ്ങളടുത്ത് എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ മോൾ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ലാതായിപ്പോയി. കാരണം അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം എനിക്ക് നല്ല രീതിയിലുണ്ട്. കാരണം അവൾക്ക് ഒന്നിനും അങ്ങനെ ഒരു ദേഹം വേദനയോടൊന്നും പേടിയുള്ളൊരു കൊച്ചല്ല. അവളൊരു സുഖമില്ലാത്തൊരു കൊച്ചാണ്. അവൾക്ക് ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് അവൾക്ക് ശരീരം നൊമ്പല ഒരു പേടിയുള്ളതല്ല. അപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്യും. അവൾ 3 പ്രാവശ്യം ഇവൻ കാരണം അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്. അതിന്റെ തെളിവ് ഉൾപ്പെടെ ഞങ്ങളവിടെ കൊടുത്തത്. എന്നിട്ട് പോലും അവനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വേണമോ? അങ്ങനെയാണോ അവര്? എനിക്ക് അറിയേണ്ടത് ഞാനോ എൻ്റെ മോളോ അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരോ അവൻ കാരണമോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചിലപ്പം കാത്തിരിക്കുന്നതാണോന്ന് അറിയത്തില്ല. അത് മാത്രമേ എനിക്കിന് സംശയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇനി 2 ആഴ്ചയും കൂടെ, 2 ആഴ്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവന്റെ കാലാവധിയാണോ അതോ കൊച്ചിന്റെ കാലാവധിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട്. പോലീസ് അങ്ങേയറ്റം ഇവരോട് നീതികേട് കാണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം നാളിതുവരെ ഈ കഴിഞ്ഞ 1 മാസം മുൻപാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ കാലയളവിലൊക്കെ 2-3 തവണ നിരവധി പരാതികളുമായി ഇവർ കയറി ഇറങ്ങി. ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ 2-3 തവണ ആത്മഹത്യാ പ്രവണതയുള്ളൊരു കുട്ടിയാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കടുങ്കൈ ചെയ്തതിന് ശേഷം മാത്രമാണോ ഇനി പോലീസ് നടപടി ഉണ്ടാകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിക്സൺ, വിസ്മയ.